ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ഫില്ല് ചെയ്തിട്ട് അത്യാവശ്യം ടേസ്റ്റ് കൂട്ടാൻ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് സിറപ്പാണ്. പിന്നെ നട്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ച ആൾക്കാർ അതനുസരിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറീസും ഒക്കെ ഫില്ല് ചെയ്തു, മിൽക്ക് മേഡ്, അങ്ങനെ അത്യാവശ്യം ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഓരോ ലെയേഴ്സിലും ഫില്ല് ചെയ്ത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് സെക്കൻഡ് ഐസിങ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ എപ്പോഴും പറയുന്നതാണ് സെക്കൻഡ് ഐസിങ് കൊടുക്കുന്നതിന് മുമ്പ് കേക്ക് നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഓരോ കേക്കിനും ഓരോ ഫ്ലേവറാണല്ലേ. അപ്പോൾ ഓരോ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള സിറപ്പായിരിക്കണം ആ ഓരോ കേക്കിൻ്റെയും ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിങ് ആക്കിയിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത് നട്ട്സ് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ, പിന്നെ മിൽക്ക് സിറപ്പും, അതായത് മിൽക്ക് മെയ്ഡും പാലും പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്രീമിലേക്ക് ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരണം. എന്നാൽ ഗ്രീന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, യെല്ലോ കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അവക്കാഡോ ഗ്രീൻ, ആ ഒരു ഒലീവ് ഗ്രീൻ, ആ ഒരു ടച്ചാണ് വരുത്തുന്നത്. നമുക്ക് യെല്ലോയും ബ്ലാക്കും കൂടെ മിക്സിങ് ചെയ്താൽ തന്നെ ആ ഒരു ഗ്രീൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ലീഫ് ഗ്രീൻ അങ്ങനെയുള്ള ഗ്രീൻസൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ്, അളവിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രീൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് കളേഴ്സ് മിക്സ് ചെയ്ത് പലതരം കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. കളേഴ്സ് മിക്സിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 3-4 കളേഴ്സ് മാത്രം വാങ്ങിയാൽ മതി. ഒരുപാട് കളേഴ്സ് നമ്മൾ കാണാത്തതും ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും കണ്ടു കഴിഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കളേഴ്സ് മിക്സിംഗ് ഒക്കെ നമ്മൾ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, കമൻറ്റ് ബോക്സിലും അത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള കളേഴ്സാണ് നമ്മൾ ഐസിങ്ങിനായിട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമ്മളത് കേക്ക് ഐസിങ് ചെയ്ത് നമ്മൾ പിന്നെ ക്യാമറയുടെ ആ ഒരു സെക്ഷൻ കൊണ്ട് ഭയങ്കര ഡാർക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഡാർക്ക് ഫീലിങ്സ് വരുന്നുണ്ട്. ഇത്ര അങ്ങ് ഡാർക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീനിൻ്റെ കൂടെ പിങ്ക് കൂടെ കളർ കോമ്പിനേഷനാണ്. നമുക്ക് പിന്നെ 3-4 കേക്ക്സ് അന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സും ആ ഒരു ഡിസൈൻസൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ ഇത് ചെയ്യുന്ന സ്പോട്ടിൽ ഡെക്കറേഷൻസ് ആയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതായ രീതിയിലാണ് അതിൻ്റെ കളർ മാച്ചിങ് ആയിട്ട് ബോറില്ലാത്ത രീതിയിൽ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചില കേക്ക്സിൻ്റെ കളറ് ആ ഒരു പിങ്കും കാര്യങ്ങളൊക്കെ വേറൊരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനും കൂടെ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ എക്സ്ട്രാ ക്രീം ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കളർ കോമ്പിനേഷൻ കൊടുത്ത് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ട് ഈ ഒരു ഗ്രീൻ ടച്ച് ഒന്ന് ഷാർപ്പ് എഡ്ജ് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് നമ്മൾ നോർമലി സ്റ്റാർ നോസിലിൻ്റെ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നോസിൽ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കേക്ക്സിനും ഇത് കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കിന് കുറച്ചും കൂടെ ഹൈറ്റ് വരുത്തുന്ന രീതിയിൽ, ആ ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കിന് ചുറ്റും ഫ്ലവേഴ്സ് നല്ല ടോളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്കിന് നോർമലി ഉള്ള ഹൈറ്റിനേക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് തോന്നിപ്പിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് ഫ്ലാറ്റാക്കി ചെയ്തിട്ട് എന്നാൽ ഭംഗിക്കോ എന്താ പറയണ്ട പീസസിനോ ഒരു കുറവും വരാത്ത രീതിയിൽ ആ ഒരു ഡെക്കറേഷൻസും ഒന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ലൈൻസ് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ, എങ്കിലും നമുക്ക് ആ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻസ് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ഓരോ കേക്ക്സിനും ഓരോ ഡിസൈൻസ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് പോലും നല്ല ഭംഗി വരുത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ തോന്നിപ്പിക്കും. അപ്പോൾ ഞാനത് ആദ്യം വരച്ചത് നമ്മൾ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് വരച്ചതായിരുന്നു. അപ്പോൾ അത് സ്ലോ ആയിട്ടും ഫാസ്റ്റായിട്ടും ഒക്കെ വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഇപ്പോൾ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പൊടിക്ക് സ്പീഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്പീഡ് കൂട്ടുന്നതുകൊണ്ടാണ് ഓവർ ലെങ്തി ആയിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് ഷുഗറൈൻ്റെ ഒരു പിങ്കാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡാർക്കില്ല കേട്ടോ, ഒരുപാട് ഡാർക്കല്ല, എന്നാൽ അത്യാവശ്യം ഡാർക്ക് ഉണ്ട്. ചില സമയത്ത് ക്യാമറ ഫോട്ടോസിലൊക്കെ നല്ല ഡാർക്കായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സ് നോസിൽസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് പോർഷനിലെത്തിയ സമയത്ത് കുറച്ച് ക്രീമിൻ്റെ കുറവ് വന്നിട്ട് കേട്ടോ. പിന്നെ ബാക്കി ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അന്ന് സെറ്റ് ചെയ്തു. കാരണം വീണ്ടും ഇനി ഒരു ക്രീം ബീറ്റ് ചെയ്യുക ഒക്കെ അങ്ങനെയുള്ള കാരണങ്ങൾ ഭയങ്കര മടിയുള്ള കാര്യത്തിലായതുകൊണ്ട് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ട്
അതിലേക്ക് ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഗനാഷ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രൗൺ ടച്ച് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ തന്നെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ 3 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് കളർ, ബ്രൗൺ കളറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. കേക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഥവാ ബ്രൗൺ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ നമ്മൾ ക്രീമിലോട്ടേക്ക് കൊക്കോ പൗഡർ ചേർത്താൽ മതി. അല്ലെങ്കിൽ കുറച്ചളവിൽ ഗനാഷ് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അതിനായിട്ട് ഗനാഷ് ഉണ്ടാക്കില്ല, ഒരു റിസ്ക്കാണ്. അപ്പോൾ കൊക്കോ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ കട്ടയാവാതെ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ ആ ഒരു കറക്റ്റ് സ്മൂത്ത്നെസ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഡോട്ട്സ് പോലെ ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സിൽവർ ബീഡ്സും കൂടെ കുറച്ച് വലിപ്പമുള്ളത് ആ സെൻറ്ററിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് ആണെങ്കിൽ പോലും ഇതുപോലെ കേക്കിന് ചുറ്റും വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഹൈറ്റ് വരുത്തും, ഒരു ഹൈറ്റ് തോന്നിപ്പിക്കും. പിന്നെ ഓരോ പീസസിലും ആവശ്യത്തിനനുസരിച്ച് കുട്ടികൾക്കായതുകൊണ്ട് ക്രീമും കാര്യങ്ങളും അത്യാവശ്യത്തിന് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പ്ലെയിൻ ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്രീമിനോടൊരു ക്രേസ് ആണല്ലോ. നമുക്ക് വലിയ ആൾക്കാർക്കാണല്ലോ അതിന് ഇത്തിരി മടി. അപ്പോൾ ഈ ഒരു ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും ഡെക്കറേഷൻസും ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.